and always having the same thing over and over again for a long time and he can walk without earphone stuff. I do not want to leave my little boy. Who said that? ഇത് ചങ്ങനാശ്ശേരി SH ഫാത്തിമാപുരം സ്കൂളിലെ അധ്യാപികയായ തുഷാര കൃഷ്ണൻ. സ്കൂൾ സമയത്ത് തുഷാരയെ കണ്ടാൽ എല്ലാ അധ്യാപകരെയും പോലെ തുഷാരയുടെ കയ്യിലും ധാരാളം പുസ്തകങ്ങൾ കാണാം. അപ്പോൾ സ്കൂൾ സമയം കഴിഞ്ഞിട്ട് കണ്ടാലോ? പുസ്തകങ്ങൾ എടുക്കുന്ന അതേ കയ്യിൽ ഡമ്പൽ. അവിടെ അധ്യാപികയെങ്കിൽ ഇവിടെ ജിം ട്രെയിനർ. തൃക്കൊടിസ്ഥാനത്തെ ബിഗ് ബോസ് ഫിറ്റ്നസ് ജിം ഉടമ കൂടിയാണ് തുഷാര. ചെറുപ്പത്തിൽ സഹോദരങ്ങളിൽ നിന്നും ഫിറ്റ്നസിനെ കുറിച്ചും ജിമ്മിനെ കുറിച്ചും കേട്ടറിഞ്ഞായിരുന്നു തുടക്കം. ഞാൻ വളർന്നതും ഒക്കെ കുറേ ബ്രദേഴ്സിൻ്റെ കൂടെയാണ്. എനിക്കുള്ളതെല്ലാം കസിൻ ബ്രദേഴ്സാണ്. അപ്പം അവരുടെ അടുത്തുനിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിറ്റ്നസ് അല്ലെങ്കിൽ വർക്കൗട്ട്സ്, അവരുടെ വർക്കൗട്ട് റൊട്ടീൻസ്, ഡയറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അവർ ജിമ്മിൽ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഈ മേഖല പരിചിതമാണ് എൻ്റെ ഒരു യങ്ങർ ഏജിൽ തന്നെ. പിന്നെ അവരുടെ കൂടെ നടന്ന സമയത്തും അവർ പറഞ്ഞു തരുന്നതൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറച്ചുകൂടെ എന്തൂസിയാസ്റ്റിക് ആയി. കുറച്ചുകൂടെ ബോഡി ബിൽഡറായ ഭർത്താവ് ജീവൻ ബോസിനൊപ്പമാണ് തുഷാര തന്റെ ജിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈകിട്ട് സ്കൂളിൽ നിന്നെത്തിയാൽ നേരെ ജിമ്മിലേക്ക്. മോർണിംഗ് റൊട്ടീൻ എന്നൊക്കെ പറയുന്നത് ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാനൊന്ന് ഉണർന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ ചെയ്യുക. 8:45 to 4:15 വരെ ടൈറ്റ് ഷെഡ്യൂളാണ്. സ്കൂളിൽ തന്നെയാണ്. ഈവനിങ് ഞാനൊരു 7 തൊട്ട് ഒരു 9:45 വരെ ഞാൻ ജിമ്മിൽ തന്നെ ഉണ്ടാവും. ജിം ട്രെയിനറായ അധ്യാപിക സ്കൂളിലെത്തുമ്പോൾ പിള്ളേരുടെ ചോദ്യങ്ങളും ജിമ്മിനെ കുറിച്ചാകും. ഇപ്പം പഴയ പോലെ നമുക്ക് അടിച്ച് കുട്ടികളെ ഇരുത്താൻ പറ്റത്തില്ല. അവരിലോട്ട് ഇറങ്ങി അവരിലൊരാളായി നിന്ന് പഠിപ്പിക്കാമെങ്കിൽ നമുക്ക് അവരുടെ രീതിക്ക് അനുസരിച്ച് പഠിപ്പിച്ച് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവർ കൂടുതലും ക്ലാസ്സിൽ വരുന്ന മിസ്സേ ബൈസിപ്സ് കാണിക്കാവോ, മിസ്സേ ട്രൈസ് ഒന്ന് കാണിക്കാവോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്, ഇല്ലയെന്നല്ല. അവർ കൂടുതലും ചോദിക്കുന്നത് മിസ്സേ മസിൽ ഡെവലപ്മെൻറ്റിന് എന്താ ചെയ്യുക, അല്ലെങ്കിൽ മിസ്സേ ബൈസിപ്സ് ഉണ്ടാവാൻ എന്താ ചെയ്യുക. അപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അവർക്കെങ്ങനെ അവരുടെ ഒരു ഫിസിക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കോവിഡിന് ശേഷമാണ് സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഹെൽത്ത് ക്ലബ് എന്ന ആശയം തുഷാരയുടെ മനസ്സിലുദിച്ചത്. കോട്ടയത്തെ ആദ്യ വനിതാ ജിം ഉടമ കൂടിയാണ് തുഷാര. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട് തത്സമയം. ഷിനോജ്, മറ്റ് സംസ്ഥാനങ്ങളുമായൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മുടെ കേരളം ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വ്യായാമം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ കുറവ് തന്നെയാണ്. അപ്പോൾ അതിനിടയിലാണ് തുഷാര കൃഷ്ണ ഒരു മാതൃകയാകുന്നത്. അധ്യാപികയാണ്, അതിനോടൊപ്പം ജിം ട്രെയിനർ കൂടിയാകുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ. പക്ഷേ ആസ്വദിച്ച് അങ്ങനെ ചെയ്യുകയാണല്ലേ? തീർച്ചയായും നമ്മൾ തന്നെ ഈ തത്സമയ റിപ്പോർട്ടറിൽ ഒരുപാട് അധ്യാപകരുടെ വിശേഷങ്ങൾ, വ്യത്യസ്തരായ ഒരുപാട് അധ്യാപകരുടെ വിശേഷങ്ങൾ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരേ സമയം അധ്യാപികയാണ്, അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ ജിം നടത്തുന്ന ജിമ്മിലെ ട്രെയിനറായിട്ടുള്ളൊരു അത്തരത്തിലൊരു വാർത്ത നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇതാദ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്തുള്ള ഈ അധ്യാപികയിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരേ സമയത്ത്, അതായത് SH സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്, അതേ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ജിമ്മ് നടത്തിക്കൊണ്ട് പോവുകയാണ്. രാവിലെ ഒരു 8 മണി മുതൽ വൈകിട്ട് 4-5 മണി വരെ സ്കൂളിൽ കാണും. അതിനുശേഷം നേരെ പോകുന്നത് ജിമ്മിലേക്കാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ആരോഗ്യവും അതേ സമയത്ത് തന്നെ തൻ്റെ ഒരു ജോലി, ഉപജീവന മാർഗവും, അത് രണ്ടും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഈ തുഷാര എന്ന് പറയുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇത്തരത്തിലൊരു അധ്യാപിക നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പിള്ളേരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളൊക്കെ വളരെ കൗതുകമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ തുഷാര പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പിള്ളേരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി അങ്ങനെയൊക്കെ ഓരോ രസകരമായ രീതിയിലേക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അപ്പുറത്ത് ഇതെങ്ങനെ പ്രത്യേകിച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും, എങ്ങനെ മസിൽ വരിപ്പിക്കാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പിള്ളേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊക്കെ വളരെ രസകരമായി തന്നെ
പറയുന്നുണ്ട് തുഷാര. എന്നാലും അതുപോലെ തന്നെ ഇപ്പോൾ ഹിമ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആരോഗ്യ സംരക്ഷണം അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കേരളത്തിൽ വളരെ കുറവാണ്. എനിക്കൊക്കെ ആണെങ്കിൽ നല്ല വയറുള്ള ആളാണ്, ഞാൻ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊക്കെ ജോലിക്കൊപ്പം തന്നെ ഈ തരത്തിൽ വ്യായാമം ചെയ്യാനൊക്കെ തന്നെ വളരെ സമയം കണ്ടെത്താനൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ കേരളത്തിലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഒരു 2 പൊറോട്ട കഴിക്കുക, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, വൈകിട്ട് 4 മണി ആയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ജീവിത രീതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ വ്യായാമം ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് ഇത്തരത്തിൽ തുഷാരയൊക്കെ വ്യത്യസ്തമാകുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലും തുഷാര കൃഷ്ണൻ ഒരു മാതൃകയാകുന്നു എന്നുള്ളതാണ്. അധ്യാപികയാണ്, അതോടൊപ്പം തന്നെ ജിം ട്രെയിനറാണ്. അപ്പൊ എന്തായാലും രണ്ടും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നു. നമുക്കും അതിന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും. ഷിനോജാണ് നമുക്ക് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത്.